വചനസാരം വചനസാരം. ഒരു കുട്ടി വഴിയരികിൽ നിന്നുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട ഒരു യുവാവ് അവനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി വയറ് നിറയെ അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. സന്തോഷത്തോടെ ആ കുട്ടിയെ പറഞ്ഞു വിടുന്നു. ഇതെല്ലാം റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ കാണുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബിൽ പേ ചെയ്യുവാൻ ഓണറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ആ യുവാവിന് ഒരു കുറിപ്പ് നൽകി. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: മനുഷ്യത്വത്തിന് ബില്ലടിക്കുന്ന യന്ത്രം ഇവിടെയില്ല എന്ന്. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ ശിഷ്യര് വിശപ്പ് മൂലം വയലിൽ നിന്ന് ഗോതമ്പ് പറിച്ചു ഭക്ഷിക്കുമ്പോൾ സാബത്ത് ദിവസം ഇതൊക്കെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് ഫരിസേയർ യേശുവിനോടും ശിഷ്യരോടും തർക്കിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. എപ്പോഴും ഈശോയുടെ പ്രയോറിറ്റി മനുഷ്യരായിരുന്നു. ഈശോയ്ക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, ഈ നിയമങ്ങളും സാബത്തുമൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ്, അല്ലാതെ സാബത്തിന് വേണ്ടിയല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യർക്ക് വേണ്ടി ഈശോ ഫരിസേയരോട് കലഹിക്കുന്നത്. ഈ നിയമങ്ങളെക്കാളും സാബത്തിനേക്കാളുമൊക്കെ വലുതാണ് കരുണ എന്ന തിരിച്ചറിവ് ഈശോ അവർക്ക് പകർന്നു നൽകുന്നു. നാം നമുക്ക് ചുറ്റുമുള്ളവരെ ഇതുപോലെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകളിൽ നിർത്തിക്കൊണ്ട് അളക്കുകയും വിധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈശോ നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്: ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ കുറെ കൂടി കരുണയോടും സ്നേഹത്തോടും കൂടി കാണുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയണം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.